നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മളിന്ന് വിഷുക്കണി ഒരുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടേബിളും അതിൻ്റെ മുകളിലുള്ള 2 കുരണ്ടി പിന്നെ നമുക്ക് പുറകിൽ ഭഗവാനെ കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ അലങ്കരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അലങ്കരിക്കുന്നതൊക്കെ കാണാം. കദംബമാലയുണ്ട്, വിളക്കുകളുണ്ട്, മുല്ലപ്പൂവുണ്ട്, പിന്നെ നമ്മുടെ ഉരുളി അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ നമ്മുടെ പച്ചക്കറികൾ, അതുപോലെ വലിയ വിളക്ക്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുന്നപ്പൂവ്, പിന്നെ ഭഗവാന്റെ ഒരു മാല, പിന്നെ ഒരു തുളസി മാല. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചക്ക. അപ്പം കുടയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ വെച്ചിട്ടാണ് കുടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണിക്ക് വെക്കാനുള്ള പഴങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ കഴുകി അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ സംഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ കണിക്കൊന്നയാണ്. ഇത്തവണ നമുക്ക് നല്ലപോലെ കണിക്കൊന്നയൊക്കെ ഉണ്ടായതാണ്, പക്ഷേ കണിക്കൊന്നയും നമുക്ക് നല്ലപോലെ വെക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ 11 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. 3:30 ആയപ്പോഴാണ് നമ്മൾ ഇട്ട് തീർന്നത്. ഇതിൻ്റെ അകത്ത് പൈസ വെച്ചേക്കുന്നുണ്ട്. ഈ പൈസ നമ്മുടെ എല്ലാ നോട്ടുകളും ഉണ്ട്. ഇത് മൊത്തത്തിൽ കൂട്ടാൻ നേരത്ത് 888 രൂപ വരും. നവധാന്യങ്ങളാണ്, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ കണി. ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളുടെ നാന്താമുറി മാത്രം കത്തിച്ചാൽ മതി. അത് നാളെ രാവിലെയാണ് നമ്മൾ കത്തിക്കുന്നത്.